ഈ യാത്ര ആരംഭിക്കുന്നത് ഛത്തീസ്ഗഡ് റായ്പൂരിൽ നിന്ന് കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് ഛത്തീസ്ഗഡിലെ റായ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ്. ഇവിടുന്ന് ഇപ്പം നമ്മൾ പോകുന്നതാണ് നേരെ ജബൽപൂർ റെയിൽവേ സ്റ്റേഷൻ, മധ്യപ്രദേശിലെ ജബൽപൂർ റെയിൽവേ സ്റ്റേഷൻ. അവിടെ ചെന്നിറങ്ങി അവിടെ ഒരു ദിവസം കറങ്ങിയിട്ട് ഇനി നമുക്ക് പോകേണ്ടതാണ് ഡൽഹി. അങ്ങനെ ഒരു 10-15 ദിവസം നീണ്ട ഒരു യാത്രയുടെ ചെറിയ വിശേഷങ്ങൾ കേട്ടോ. ഇതാണ് ജബൽപൂരിലെ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയതാണ് ജബൽപൂർ റെയിൽവേ സ്റ്റേഷന്. ഇവിടുന്ന് നമ്മളിപ്പോൾ ആദ്യം പോകാൻ പ്ലാൻ ചെയ്യുന്ന സ്ഥലമാണ് ഒരു ബാലൻസിങ് റോക്ക് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. രാവിലെ എത്തി ജബൽപൂർ. ഇവിടെ ജബൽപൂർ ഇന്ന് മൊത്തം കറങ്ങിയിട്ട് വൈകുന്നേരം നമുക്ക് പോകേണ്ടതാണ് ഡൽഹി. ബാലൻസിങ് റോക്ക് हाँ कितना पड़ेगा नहीं. നമുക്കിവിടെ ഈ പോഹ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒക്കെ പൈസ ചോദിക്കാം. भैया पोहा कैसे? हाँ 15. എങ്ങനെ? दो प्लेट दो प्लेट दो जगह में. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് പോഹയായിരുന്നു കേട്ടോ. പോഹ ഒരു പ്ലേറ്റ് പോഹയ്ക്ക് 15 രൂപ. ചായയും കുടിച്ചു. नहीं भैया ओ रतन नगर जाना है. दूर है ना, इधर से जाएंगे ना भैया. रतन नगर ओ रॉक है ना, बैलेंस रॉक. रामू जी वाटर पार्क ही वाला. रतन नगर कितना होगा? जाना कहाँ है? हम लोग को बैलेंस रॉक देखने जाना है. मार्बल रॉक्स देखना. हाँ ये भेड़ा घाट पे है. नहीं, उधर एक मंदिर है ना. कितना पड़ेगा? यहाँ पे कितना? 100 रुपये दोनों को. कहाँ जाना कहाँ? अरे लाल किला आना, रानी दुर्गावती किला जाना. हाँ हाँ हाँ. तो बैठो. कितना का होगा? 2 आदमी. 2 आदमी का. हाँ. ये आप 15 मिनट से बात कर रहे, बोलिए 100 रुपये जा रहा है. ठीक है आपने. बैठो. 40 में जाएगा? 80 में? नहीं जाओ जाओ. कितना पड़ेगा? 40 दे रहा ना. बैठो तो. ठीक है. ये आगे कहाँ जाएगा? है आगे मंदिर है. मंदिर है. मंदिर है. ओके. तो यहाँ से ऊपर जाओगे हाँ तो वो किला है. ठीक है. ठीक है भैया, थैंक यू. नहीं आप ऊपर चढ़ोगे तो पानी लगेगा. भैया पानी कहाँ मिलेगा? इधर दुकान है? नहीं पूछ रहा, दुकान है इधर? ठीक है. पत्थर का बीच में मंदिर बनाया. ഓക്കെ. കല്ലിനിടയിൽ അമ്പലം. അവിടെ ഒരു അമ്പലമുണ്ട്. क्या लड़ाई हो रहा है? ഓക്കെ. ഇത് അമ്പലത്തിലേക്കുള്ള വഴി. तो मुस्लिमों को हाँ, लड़का लड़की को पकड़ दी, इससे लड़की जिलाया. दोनों लड़ाई कर रहे थे. हमारे ए भाई क्या कर रहे यार? लड़की को लेकर आकर के ओए छोड़ दो ओए. आप जाओ ना. क्या कर रहे भाई? क्या कर रहे हैं? ऐसे लड़की लोगों को फॉरेस्ट में लेकर के मारना अच्छा है क्या? अगर देख लो अभी आप मार दिया, लड़के को कुछ हो गया तो हम लोग को पकड़ेंगे ना. अगर लड़के को कुछ हो गया, लड़की गिर गया, अगर कुछ इसका कुछ हो गया तो पुलिस हम लोग को पकड़ेंगे ना. मत लड़ाई करो इससे. मत लड़ाई करो तो कोई घर जाके मत लड़ाई करो. ऐसे मत लड़ाई मत करो, हम लोग भी बस जाएगा. आप लड़की को बोलो जाने के लिए बोलो. നമ്മൾ താഴ്ന്ന് കയറി വന്നപ്പോൾ മുതൽ ഈ ഒരാണിൻ്റെയും പെണ്ണിൻ്റെയും കരച്ചിലേക്കായിരുന്നു, അടിയുണ്ടാക്കുന്ന ബഹളമൊക്കെ ആയിരുന്നു. ആദ്യം കുറച്ച് നേരം ഇടപെടണ്ടെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ ഭയങ്കരമായിട്ട് ബഹളമായപ്പോഴാണ് നമ്മൾ കയറി ഇടപെട്ടേട്ടാ. अरे ये तो ज़्यादा है, मैं सोचा आसपास है. ओके इधर उधर तक है, उधर सीधा सीढ़ी है.
അപ്പോൾ ഇതാണ് ഇവിടെ ബാലൻസിങ് റോക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലം. നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്താണ്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ചെറിയൊരു ഫോർട്ടുണ്ട്, കില. ഇവിടെ ചെറിയൊരു ഫോർട്ടുണ്ട്. ഈ ഫോർട്ടിന് ഓപ്പോസിറ്റ് ഇവിടെ ഒരു ചെറിയൊരു ഫോർട്ടുണ്ട്. ഇത് പണ്ടത്തെ രാജാക്കന്മാരുടെ ഫോർട്ടാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ വലിയ ഹിസ്റ്ററി ഒന്നും അറിയത്തില്ല കേട്ടോ. കുറച്ച് അത്ര ഫേമസ് ആയിട്ടുള്ള ഒരു ഫോർട്ടല്ല, ചെറിയൊരു ഫോർട്ടാണ്. ഇത് പണ്ടത്തെ രാജാക്കന്മാരുണ്ടാക്കിയ ഫോർട്ടാണെന്ന് തോന്നുന്നു. ഒരു വലിയ കല്ല്, ആ കല്ലിന് മുകളിലാണ് ഒരു ഫോർട്ട് ഉണ്ടാക്കിയത്. ഓക്കെ, ഇത് പണ്ടത്തെ ബിൽഡിങ്ങുകളുടെയൊക്കെ അവശിഷ്ടങ്ങളൊക്കെ ആയുള്ളൊരു സ്ഥലം, മദൻ മഹൽ. ഇത് സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ മധ്യപ്രദേശിലെ ജബൽപൂരാട്ടോ. ഇവിടെ ചെറിയൊരു എൻട്രൻസ്, ചെറിയൊരു മതിൽ പോലെ, ഇവിടെ ചെറിയൊരു ഫോർട്ട്. ഉള്ളിൽ കയറാൻ പറ്റില്ല, അത് ലോക്ക് ആക്കിയിട്ടേക്കുക. ഇതാണ് മദൻ മഹൽ. വലിയൊരു കല്ല്, കല്ലിന് മുകളിലാണ്. ഓക്കെ, വലിയൊരു കല്ലാട്ടോ. ആ കല്ലിന് മുകളിൽ ചെറിയൊരു ഫോർട്ട് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതുണ്ടോ, ചെറിയൊരു എൻട്രൻസ് ഉണ്ടാക്കിയേക്കുന്നത് കല്ലിന് നടുക്കോടെ. വലിയ 2 കല്ല് ആ നടുക്കോടെ ചെറിയൊരു എൻട്രൻസ് കട്ട വെച്ച് ഉണ്ടാക്കിയേക്കുക. സംഭവം കൊള്ളാം. ഇവിടെ നോക്കുമ്പം വലിയൊരു കല്ലിന് മുകളിൽ 2 നില ബിൽഡിങ്. കൊള്ളാം കേട്ടോ. ഇതാണ് ഇവിടെ ഒരു ബൗണ്ടറി പോലെ ഉണ്ടാക്കിയേക്കുന്നത് കേട്ടോ. കൊള്ളാം. ഇത് ഇവിടെ ചെറിയൊരു, എന്താ സംഭവം മനസ്സിലായില്ല. ഇനി തുറങ്കം വല്ലതുണ്ടോയെന്ന് അറിഞ്ഞുകൂടാ. ഇത്രയാണ് സംഭവം. ഒരു കല്ലിന് മുകളിൽ വേറൊരു കല്ല്. ബാലൻസിങ് റോക്ക്. കൊള്ളാലോ. ഒരു വലിയൊരു കല്ല് മുകളിൽ എടുത്ത് വെച്ച പോലെ. സംഭവം കൊള്ളാം. ഇവിടെ ഒരു സ്കൂളും കോളേജൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടുന്ന് നമ്മൾ നടക്കാനാണെങ്കിൽ ഒരു 6 കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ട ചെറിയ സ്ഥലത്തെത്താം. ഇങ്ങനെ മാർബിൾ റോഡ്സ് കാണാൻ വേണ്ടി പോകട്ടെ. ഈ മാർബിൾ റോഡ്സ് ബഡാഘാട്ട്. ഇവിടുന്ന് ഒരു ബസ് കയറി 10 കിലോമീറ്ററാണ് കാണിക്കുന്നത്. മാർബിൾ റോഡ്സ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഒരു വെള്ളച്ചാട്ടം ഒക്കെ ഉള്ള സ്ഥലമാണെന്ന് തോന്നുന്നു. ഗൂഗിളിൽ കണ്ടാണ് നമ്മൾ പോകുന്നത്, അങ്ങോട്ടാണ്. कौन सा घाट बोलते हैं? कौन सा घाट बोलते हैं? बड़ा घाट। बड़ा घाट बोटिंग पॉइंट है और डोंडुरहर वाटरफॉल वो कहाँ है? डोंडुर आई लव बड़ा घाट वाटरफॉल। देखो इधर से 1.5 किलोमीटर दिखा रहा है। और बड़ा घाट ये एक्चुअली ये बड़ा घाट बोटिंग पॉइंट आगे देख लेगा। इधर से दिखा रहा है 1 किलोमीटर और दिखा रहा है वाटरफॉल। पीछे किधर? ये बड़ा घाट आप घूम देख लेगा और उसके बाद ये देख लेगा। भैया वाटरफॉल सीधा जाना है क्या? ഇപ്പം നമ്മൾ പോകുന്ന സ്ഥലമാണ് ബഡേ ഹാട്ട്. ജബൽപൂരിലുള്ളൊരു സ്ഥലമാണ്, വാട്ടർഫാളാണ് ബഡേ ഹാട്ട്. ഇവിടെ ഓക്കെ, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് റോപ്പ് വേ ടൈമിങ് 10:30 AM to 6 PM. ഓക്കെ, ഇതാണ് സംഭവം കേട്ടോ. ഫോട്ടോ ഉണ്ട്. ഇതാണ് ചെറിയൊരു വാട്ടർഫാൾ. ഇത് മാർബിൾ റോസ് എന്നും ഗൂഗിൾ ചെക്ക് ചെയ്യാൻ നമുക്ക് മാർബിൾ റോസ് ഇത് ഓപ്പൺ അല്ല, അതെ ഇത് ക്ലോസ്ഡ് ആണ്, തുറന്നിട്ടില്ല. ഇതാണ് ഇത് റോപ്പ് വേയുടെ എൻട്രി ആണെന്ന് തോന്നുന്നു. സാധാരണ എൻട്രി എവിടെയാണോ ഇത് തുറന്നിട്ടില്ല. 2 സൈഡിലും മൊത്തം കട കേട്ടോ ഈ വാട്ടർഫാളിലേക്കുള്ളത്. ഒരു ചായ കുടിച്ചു. ഇത് മൊത്തം മാർബിളിൽ ഉണ്ടാക്കുന്ന പരിപാടിയാണ്. എല്ലാം മാർബിൾ കടയാണ്. മാർബിളിൽ കുത്തിയെടുത്ത ഓരോ സംഭവങ്ങൾ. ഇവിടെ മാർബിളിന് ഭയങ്കര വിലക്കുറവട്ടോ. ഓക്കെ,
ഇതൊരു വ്യൂ പോയിൻ്റ് ആണ്. ഇവിടെ നിന്നാൽ നമുക്ക് ഈ വെള്ളച്ചാട്ടം എല്ലാം കാണാം. ഓക്കെ, ക്യാ ഭയ്യാ. ओके, उधर है वाटरफॉल. हम लोग इधर नीचे से उधर से जाना पड़ेगा. ഇതൊക്കെ വെള്ളം ഒഴുകുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു മഴക്കാലത്ത്. പക്ഷേ ഇപ്പം വെള്ളം കുറവാണ്. മെയ് മാസത്തിലെ ചൂട്. वाटरफॉल का हाँ एकदम कूलर से हवा आता है ऐसे लगता है. അങ്ങനെ ഇതാണ് ഇവിടെ ജബൽപൂരിലെ നമ്മളെത്തിയ വെള്ളച്ചാട്ടം. വാ, നല്ല വെള്ളം. മാർബിൾ റോസ് വെള്ളച്ചാട്ടം. രാവിലെ മുതൽ വൈകുന്നേരം ഇവിടെ നിൽക്കുവാണെങ്കിൽ ചൂട് അറിയില്ല. നല്ല മെയ് മാസമാണെങ്കിൽ നല്ല വെള്ളം കേട്ടോ, നല്ല വെള്ളം. 2 മിനിറ്റ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കുളിക്കാം, നിന്ന് കുളിക്കാം. മെയ് മാസം ഇന്ന് മെയ് 1-ാം തീയതിയാണ്. പക്ഷെ മെയ് 1-ാം തീയതി ആയാലും വെള്ളത്തിനും കുറവൊന്നുമില്ല. മഴക്കാലത്താകുമ്പോൾ എല്ലാം വെള്ളമായിരിക്കും അല്ലേ. ഇത് നമ്മുടെ നർമ്മദ റിവർ കേട്ടോ. ഇതിങ്ങനെ ഒഴുകിയാണ് ഈ മാർബിൾ റോസിൻ്റെ ഇടയിൽ കൂടെയാണ് ഒഴുകുന്നത്. വലിയ കിടങ്ങുണ്ട്, കിടങ്ങിന് ഒഴുകിക്കൂടെയാണ് ഈ നർമ്മദ റിവർ ഒഴുകുന്നത്. അവിടെയൊക്കെ മുകളിലൊക്കെ ആളുകാർ കുളിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ അമ്പലങ്ങൾ ഒത്തിരി ഉണ്ട്, അപ്പോൾ കുറേ പേര് അങ്ങനെയും വരാറുണ്ട്. അവിടെ നല്ല റിസോർട്ടൊക്കെ ഉണ്ട്. പിന്നെ ഇടയ്ക്കോടെ നോക്കിയാൽ മാർബിൾ റോസ് എന്ന് പറഞ്ഞ് ബോട്ടിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന സ്ഥലം കാണിക്കുന്നുണ്ട്. അവിടെയാണെന്ന് അറിഞ്ഞൂടെ, ഗൂഗിൾ നോക്കിയാൽ ഇനി അങ്ങോട്ടൊന്ന് നമുക്കൊന്ന് പോയി നോക്കാം. ഇതിലേ വെള്ളം ചാടുന്നുണ്ട് കേട്ടോ, ചെറിയ കിടങ്ങ്. ഇതാണ് ബഡേഹാട്ട് വാട്ടർഫാൾ. ബഡേഹാട്ട് ജബൽപൂർ, മധ്യപ്രദേശിലെ ജബൽപൂരിലെ വാട്ടർഫാളാണ് ബഡേഹാട്ട് വാട്ടർഫാൾ. നർമ്മദ റിവറിൽ നിന്ന് വന്ന് ചാടുന്ന വെള്ളം കേട്ടോ ഇത് മൊത്തം. ഈ വാട്ടർഫാളിൻ്റെ നേരെയുള്ള ലുക്ക് ആണെങ്കിൽ ഇതാ, ഇപ്പോൾ ഇവിടെ വന്ന് നമുക്ക് വാട്ടർഫാളിൻ്റെ നേരെയുള്ള ലുക്ക് കാണാം. നല്ല പതഞ്ഞ് പൊങ്ങുന്ന വെള്ളം ചാടിയിട്ട് നല്ല എറിച്ചിലടിക്കുന്നുണ്ട് കേട്ടോ, അതുകൊണ്ട് ചൂടറിയില്ല. അവിടുന്ന് ചാടുന്ന വെള്ളം ഇതിൽ ഒരു കിടങ്ങിക്കൂടെയാണ് താഴോട്ട് ഒഴുകുന്നത്. ഒരു കിടങ്ങാണ് ഇത്. ഒരു ചെറിയൊരു വ്യൂ പോയിൻ്റാണ്. മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ നിയർ ബൈ ഏരിയാസൊക്കെ ഒന്ന് കാണാം. ഈ വെള്ളച്ചാട്ടം നടുക്ക് ഉണ്ടോ വലിയൊരു കിടങ്ങ് വെള്ളം ഒഴുകുന്നതിന് നടുക്ക് വലിയൊരു കല്ല്. ആ കല്ലിന് 2 സൈഡിൽ കൂടെ ഇതിലെ വെള്ളം ഒഴുകാറില്ല, ഇപ്പം മഴക്കാലത്ത് ഒഴുകുമായിരിക്കും. ആ കല്ലിന് മുകളിലാണ് ഈ ഒരു വ്യൂ പോയിൻ്റ് പോലെ ഉണ്ടാക്കിയേക്കുന്നത്. ഇതാണ് ഇവിടെ കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ നദിയുടെ ഏകദേശം ഒരു ലുക്ക് കിട്ടും വെള്ളച്ചാട്ടത്തിൻ്റെ. മൊത്തം മാർബിൾ റോസ്, അവിടുന്ന് വെള്ളം ഒഴുകുന്നു 2 സൈഡിൽ കൂടെ. ഓക്കെ, ഇത് ചെറിയൊരു ഐലാൻഡ് പോലെ. ഇവിടെ നിന്ന് പിന്നെ ഒന്നിച്ച് താഴേക്ക്. അങ്ങനെ വെള്ളച്ചാട്ടമെല്ലാം കണ്ട് കുറച്ച് നേരം അവിടെ നിന്നു. ഇനി നമ്മൾ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകട്ടോ. നല്ല വെയിലാണ്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് നമുക്ക് ട്രെയിൻ കയറി പോവാം. അവിടെ 1-2 സ്ഥലങ്ങളൊക്കെ ഉണ്ട് കാണാൻ വേണ്ടി ജബൽപൂർ. പക്ഷേ നിയർ ബൈ റെയിൽവേ സ്റ്റേഷൻ ഇല്ല. അപ്പം നേരെ ഇനി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ്. ഭയങ്കര ചൂടായതുകൊണ്ട് ഇപ്പോൾ ഈ ഉച്ചയ്ക്ക് പുറത്തിറങ്ങി നടക്കുന്ന കാര്യമല്ല. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ക്ലൈമറ്റൊക്കെ മൊത്തം മാറി കേട്ടോ. നല്ല മൂടലായതിൻ്റെ പേര് പുഴുങ്ങുന്ന കാലാവസ്ഥ എന്ന് പറയാമായിരുന്നു. ആയാലും നല്ലൊരു മഴക്കോളൊക്കെ ഉണ്ട്. മെയ് മാസത്തിൽ നാട്ടിൽ പെയ്ത മഴ എല്ലായിടത്തേക്കും ഉണ്ടായിരുന്നു കേട്ടോ. ഏതായാലും വൈകുന്നേരം 5 മണിയായപ്പോഴത്തേക്കും ട്രെയിൻ കയറി. ഇനി നമ്മൾ നേരെ പോകുന്നതാണ് ഡൽഹിയിലേക്ക്. ഡൽഹിയിൽ ഒരു ദിവസം കറങ്ങിയിട്ട് വേണം, 1-2 ദിവസം കറങ്ങിയിട്ട് വേണം നമുക്ക് നേരെ പോകാൻ നൈനിതാൾ. അപ്പോൾ ഇനി യാത്ര അങ്ങോട്ടോ.